റോമാൻ റോസ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്നൊരു അഡാർ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബേസിൽ ജോസഫ് ഹിറ്റാക്കിയ പ്രോൺസ് നിർവാണ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ മെയിൻ ഐറ്റം പ്രോൺസ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു 500 ഗ്രാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ വലുപ്പമുള്ള ചെമ്മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 പച്ചമുളക്, കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ പ്രോൺസ് കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പ്രോൺസ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നമുക്കിതൊരു ചെറിയ ഫ്രൈ പോലെ ആക്കിയെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത പച്ചമുളകും അതേപോലെ ചോപ്പ് ചെയ്ത കുറച്ച് കറിവേപ്പില കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കിത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് പ്രോൺസിൻ്റെ മറ്റേ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിമാണ്. ഈ ഫ്ലെയിം നമ്മളെപ്പോഴും ലോ ടു മീഡിയം ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിരിക്കുകയാണ്. ഈ സമയം നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ആകുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിരിക്കുകയാണ്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് നിർവാണ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡിലിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.